കേരളമാകെ ഞെട്ടിത്തെറിച്ചു പോയ ദിനം ഫെബ്രുവരി 24. ഇന്നലെ വൈകിട്ട് 6:20 വരെ ശാന്തമായിരുന്നു വെഞ്ഞാറമൂട്. പകൽ മുഴുവൻ അഫാൻ എന്ന 21-കാരൻ 6 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു എന്നറിഞ്ഞില്ല ആരും. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെത്തി പറയുകയാണ് 6 പേരെ താൻ കൊന്നിട്ടെന്ന്. ആ നിമിഷം മുതൽ പോലീസ് പരക്കം പാഞ്ഞു. 3 കൊല നടത്തിയെന്ന് അയാൾ പറഞ്ഞുകൊടുത്തു. പേരുമലയിലെ സ്വന്തം വീട്ടിൽ 3 പേർ, ചുള്ളാളം SN പുരത്ത് 2 പേർ, പാങ്ങോട് ഒരാൾ. അതിനിടെ താൻ വിഷം കഴിച്ചെന്ന് അഫാൻ പറഞ്ഞതനുസരിച്ച് അയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അന്വേഷണത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നിർണായക വിവരങ്ങൾ. അഫാൻ നടത്തിയത് സമാനതകളില്ലാത്ത ക്രൂരകൃത്യം. നാട്ടുകാരും ബന്ധുക്കളുമടക്കം വിശ്വസിക്കാനാകാതെ നിസ്സഹായരായി. അഫാൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല. നമ്മളൊരു കാക്ക, നമ്മളൊരു മൂത്ത ആളാണ്, അങ്ങനെ അറിയാന്നുള്ള. പിന്നെ അനിയനുണ്ട്, അനിയനുമായിട്ട് ഭയങ്കര സ്നേഹമൊക്കെയാണ്. എപ്പോഴും പള്ളിയിലൊക്കെ വരുമ്പോൾ ബുള്ളറ്റിലാണ് കൊണ്ടുവരണം. അങ്ങനെ അനിയനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുഴപ്പമുള്ള ഒരു ഫാമിലിയോ അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരോ ഒന്നുമല്ല. അവർ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഈ പയ്യന്മാരും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇതിനിടെ ഓരോ കൊലപാതകവും പോലീസ് സ്ഥിരീകരിച്ചു. പാങ്ങോട് 95-കാരി സൽമാ ബീവി കൊല്ലപ്പെട്ടത് കൊച്ചുമകൻ അഫാന്റെ അടിയേറ്റ്. പേരുമലയിലെ വീട്ടിൽ നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ച് കൊലയാളി ആദ്യമെത്തിയത് ആ വയോധികയുടെ ജീവനെടുക്കാൻ. കൊലപാതകത്തിന് ശേഷം സൽമാ ബീവിയുടെ സ്വർണമാല കവർന്നു. സ്വർണം വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് ചുറ്റിക വാങ്ങി മറ്റു കൊലപാതകങ്ങൾ നടത്താൻ. അഫാൻ പിന്നീട് ചുള്ളാളം SN പുരത്തെ ലത്തീഫിന്റെ വീട്ടിലേക്ക്, അതായത് അഫാന്റെ പിതാവിന്റെ സഹോദരൻ. ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും തലക്കടിച്ചു കൊന്നു. പിന്നെ സ്വന്തം വീടായ പേരുമലയിലേക്ക് അയാളെത്തി. പേരുമലയിലെ വീട്ടിൽ 3 പേർ. അഫാന്റെ മാതാവ് ഷമി. ക്യാൻസർ രോഗിയായ അവരെയും ക്രൂരമായി ആക്രമിച്ചു. സ്വന്തം സഹോദരൻ 13-കാരൻ അഫ്നാസ്. അയാൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ പെൺസുഹൃത്ത് ഫർസാനയുടെയും ജീവനെടുത്തു. ക്രൂരതയ്ക്ക് ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്കെത്തി താൻ നടത്തിയ നിഷ്ഠൂരകൃത്യം തുറന്നു പറഞ്ഞു. നാട്ടുകാരെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ച് മുഖമാകെ വികൃതമായ 3 പേർ. അഫാന്റെ മാതാവ് ഷമിക്ക് മാത്രം ചെറിയ അനക്കം. ഉടൻ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക്. ഇപ്പോഴും മരണത്തോട് മല്ലടിക്കുകയാണ് ഷമി. എന്താണ് ഈ അരുംകൊലയിലേക്ക് നയിച്ച പ്രതികാരമെന്നായി. അഫാൻ ലഹരിക്കടിമയെന്ന് കേട്ടു. പ്രണയബന്ധത്തെ വീട്ടുകാർ എതിർത്തിരിക്കുമോ? സാമ്പത്തിക പ്രശ്നങ്ങൾ അയാളെ കൊലയാളിയാക്കിയോ? അതാകുമോ കാരണം എന്ന് സംശയിച്ചു. കുടുംബത്തിൽ എന്തോ സാമ്പത്തിക പ്രശ്നമുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള സൂചന. 5 പേര് മരണപ്പെട്ടതായിട്ട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാള് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ക്രിട്ടിക്കലാന്നുള്ളതാണ്. ചുറ്റി കൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വെപ്പുണ്ടോന്നും കൂടി പരിശോധിക്കുന്നുണ്ട്. സ്വർണം മോഷണം പോയതായിട്ട് സംശയിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഒരു രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണിക്ക് വരെയുള്ള സമയത്തിനിടയ്ക്കാണ് എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത്. വൈകിട്ടോടെ അഫാൻ പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ ആദ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. വിദേശത്തുള്ള പിതാവിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അഫാൻ അറിയാമായിരുന്നു. ബന്ധുക്കളായ പലരെയും സമീപിച്ചെങ്കിലും പണം കിട്ടിയില്ല. ഒടുവിൽ ക്യാൻസർ രോഗിയായ മാതാവ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് ആ തീരുമാനം ഉപേക്ഷിച്ചു. ഇതിന് പിന്നാലെയാണ് ബന്ധുക്കളോട് പ്രതികാരം വീട്ടാൻ അഫാൻ തീരുമാനിക്കുന്നത്. എല്ലാവരെയും കൊന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അഫാന്റെ ലക്ഷ്യം. അതാണ് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിച്ചത്. ഉറ്റവരെയെല്ലാം കൊന്നത് മൃഗീയമായി. ഭക്ഷണത്തിൽ വിഷം കലർത്തിക്കൊടുത്ത ശേഷം ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി. മുഖം അടിച്ച് വികൃതമാക്കി. അപ്പോഴും തെളിയാൻ ഒരുപാട് ബാക്കിയുണ്ട്. ആസൂത്രിത കൊലപാതകമെന്ന പോലീസ്. എന്നാൽ എത്ര കാലത്തെ ആസൂത്രണം? കൊലയ്ക്ക് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങാൻ തീരുമാനിച്ചതിന് പിന്നിലെന്ത്? പിതാവിന് 10 സഹോദരങ്ങൾ ഉണ്ടായിട്ടും ലത്തീഫിനെയും ഷാഹിദയെയും മാത്രം ലക്ഷ്യം വെച്ചതിന് പിന്നിലുള്ള പ്രതികാരമെന്ത്? തിരുവനന്തപുരം റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് തലസ്ഥാനത്തെ കൂട്ടക്കുരുതി അന്വേഷിക്കുക. കൊതുകിനെ കൊന്ന ലാഘവത്തിൽ 6 മനുഷ്യരെ, അതും ഈ 21 വർഷം അയാളുടേതായ ലോകത്തുണ്ടായിരുന്ന ഉറ്റവരെ കൊല്ലാൻ എങ്ങനെ കഴിയുന്നു? സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല ഇങ്ങനൊരു കുറ്റകൃത്യം.
വിറച്ച് വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.